ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലും വളരെ ഹെൽത്തി ആയിട്ടുള്ളതുമായ നല്ലൊരു സ്നാക്കിൻ്റെ പ്രിപ്പറേഷനാണ്. ഈ ഒരു പലഹാരം അല്ലെങ്കിൽ സ്നാക്ക് നമ്മൾ തയ്യാറാക്കുന്നത് നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴം വെച്ചിട്ടാണ്. ഏത്തപ്പഴം വെച്ചിട്ട് നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സും അതുപോലെ തന്നെ എല്ലാം തയ്യാറാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് റവയും അതുപോലെ തന്നെ നേന്ത്രപ്പഴവും വെച്ച് അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കും തയ്യാറാക്കാൻ പറ്റുന്നതായിട്ടുള്ള നല്ലൊരു സ്നാക്ക് പ്രിപ്പറേഷനാണ്. വളരെ യൂസ്ഫുള്ളാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളതും കൂടെയാണ്. എല്ലാം ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ട് നോക്കുക, ട്രൈ ചെയ്യുക. പ്രിപ്പറേഷനിലോട്ട് പോകാം നമുക്ക് വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബനാന സ്നാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് 2 നേന്ത്രപ്പഴമാണ്. അപ്പം ഈ ഒരു നേന്ത്രപ്പഴം വന്നിട്ട് ഒരുപാട് പഴുത്തിരിക്കരുത്. ഞാനിപ്പം അത് തൊലി ഉരിച്ചത് എടുക്കാൻ വിട്ടുപോയി, അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം പുറമേ ഒരുപാട് ബ്ലാക്ക് സ്പോട്ട്സ് വീണതായിട്ടുള്ളത് വേണ്ട, കുറച്ച് ആവശ്യത്തിന് പഴുത്തത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ പഴമെല്ലാം ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. 4ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മളിത് ചെറുതായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമ്മളിതൊന്ന് വഴട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. നെയ്യിൽ വേണം നമ്മൾ ചെറുതായിട്ടൊന്ന് അത് വരട്ടിയെടുത്ത് നല്ല കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക്, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ കഴിയും. പഴം എടുക്കുമ്പോൾ എപ്പോഴും നാടൻ പഴം നോക്കി എടുക്കുന്നതാണ് രുചികരമായിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഗീ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇത് മീഡിയം ടു ഹൈ ഹീറ്റിലിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കണം. ഒരുപാട് ഇതാവണ്ട, പഴം ഒന്ന് ആ ഒരു യെല്ലോ കളർ വരുന്ന ആ ഒരു സ്റ്റേജ് ഒന്ന്, അത് നമുക്കറിയാമല്ലോ, അത് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. കളറൊന്ന് ചേഞ്ച് ചെയ്ത് വരുമ്പം അടുത്ത് നമ്മൾ ചേരുവ ചേർക്കേണ്ടതാണ്. അപ്പോൾ നേന്ത്രപ്പഴമെല്ലാം ഇവിടെ നന്നായിട്ട് തന്നെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ആ ഒരു സ്പാച്ചിൽ വെച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് ഇടയ്ക്കൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നെയ്യുമായിട്ട് നന്നായിട്ട് മെർജ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതായിട്ടുള്ളത് പഞ്ചസാരയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പഞ്ചസാര നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് മെൽറ്റ് ചെയ്ത് നന്നായിട്ട് നേന്ത്രപ്പഴമായിട്ടൊന്ന് ചേർന്ന് വരണം. പഞ്ചസാര അലിഞ്ഞ് നന്നായിട്ട് ഇതിൽ ചേർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ്. നല്ലൊരു ഫ്ലേവർ കൊടുക്കും അപ്പോൾ ഇതിന്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് 1/2 കപ്പ് നമ്മുടെ ഫ്രഷായിട്ട് തിരുകി വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയാണ്. തേങ്ങ തിരുകുമ്പോൾ എപ്പോഴും ഞാൻ പറയും പോലെ വളരെ ചെറുതായിട്ട് വേണം തിരികെടുക്കാൻ. അത് നമുക്ക് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് ഇതുമായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട് ആ ഒരു നേന്ത്രപ്പഴമായിട്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോണത് റവയാണ്. റവ നമുക്ക് 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. അതും നല്ലപോലെ തന്നെ കുറച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം, ചേർന്ന് വരണ രീതിയിൽ. റവ നേന്ത്രപ്പഴമായിട്ട് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ റവ നമുക്ക് വേവുന്നതിന്, അല്ലെങ്കിൽ അത് വേവത്തില്ല, അപ്പം അതൊന്ന് വേവിച്ചെടുക്കുന്നതിനായിട്ട് നമുക്ക് കുറച്ച് പാലിൻ്റെ ആവശ്യമുണ്ട്. അപ്പം അതിനായിട്ട് ഇവിടെ 1/2 കപ്പ് പാല് എടുത്തിരിക്കുകയാണ്. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം.
ഫ്ലെയിം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക. ഒന്ന് എല്ലായിടവും പാൽ എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പെട്ടെന്ന് തന്നെ. അപ്പം നല്ലപോലെ തന്നെ റവയെല്ലാം വെന്ത് കഴിഞ്ഞു. നല്ലതായിട്ട് ഇത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു ചപ്പാത്തിയുടെ മാവിൻ്റെ ആ ഒരു സ്റ്റേജ് അതുപോലെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെറിയൊരു ചൂടോടുകൂടി തന്നെ നമ്മളിത് ചെറിയ ചെറിയ ബോൾസ് ഒരു മീഡിയം വലിപ്പത്തിൽ നമ്മൾ ഒന്ന് ഉരുട്ടിയെടുക്കേണ്ടതാണ്. ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക്. അപ്പോൾ അത്യാവശ്യം ഇത് തണുത്ത് കഴിഞ്ഞു. ഒരുപാട് അങ്ങ് തണുക്കണ്ട. നമ്മൾ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക, നന്നായിട്ടൊന്ന് തിരുമ്മി. എന്നിട്ടാണ് വേണം നമ്മൾ ബോൾസ് ആക്കാനായിട്ട്. അത്യാവശ്യം ചൂടുണ്ട്, അതുകൊണ്ട് കൈയെല്ലാം നല്ല ചെറിയ ചൂട് തട്ടുന്നുണ്ട്. നമ്മൾ നെയ്യെല്ലാം ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ ഇനി നമ്മൾ കുഴച്ച് കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് ചെറിയ 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 ഉരുണ്ടകളായിട്ട് നമ്മളെടുത്ത് ഉരുട്ടിയെടുക്കേണ്ടതാണ്. ഒരുപാട് അങ്ങ് വലിപ്പമാക്കണ്ട. ഉണ്ണിയപ്പക്കാരയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കടായിലിട്ട് നമ്മൾ നെയ്യ് അതിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് നമ്മൾ ഉരുട്ടി 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 ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുത്താലും മതി. നോക്കട്ടെ എങ്ങനെ പറ്റും എന്നുള്ളത്. ഉണ്ണിയപ്പക്കാരയ്ക്ക് അത്യാവശ്യം കുഴി ഉണ്ടെങ്കിൽ തന്നെ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ പറ്റത്തില്ല ഇതിൽ. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നല്ലപോലെ തന്നെ നമ്മളെല്ലാം ഉരുട്ടിക്കഴിഞ്ഞു. നമ്മുടെ ഈ ഒരു നേന്ത്രപ്പഴം റവ വെച്ച് തയ്യാറാക്കുന്ന ബൗൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഈ ഒരു പാനിൽ തന്നെ നമുക്ക് ഗീ സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഒരു ലൈറ്റായിട്ട് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്യത്തേ ഉള്ളൂ, അല്ലാതെ ഡീപ്പ് ഫ്രൈ അല്ല. അപ്പോൾ നമുക്കത് ഞാനിപ്പോൾ എന്തായാലും ഉണ്ണിയപ്പക്കാരയിലാണ് ചെയ്യുന്നത്. ഉണ്ണിയപ്പക്കാരയിൽ ഗീ നമ്മൾ ഓരോ കുഴികളിലായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഉണ്ണിയപ്പക്കാര ഇവിടെ ചൂടായി കഴിഞ്ഞു. നമുക്കതിൽ ഓരോ കുഴികളിലും നമുക്കൊരു 1/4 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഒരുപാട് നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല, കാരണം നമ്മളത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബോൾസ് ഓരോ കുഴികളിലായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ എടുക്കേണ്ടതാണ്. അല്ലാതെ നമ്മൾ ഉണ്ണിയപ്പം ചുടം പോലെ അങ്ങ് ഫുള്ളായിട്ട് നമ്മളങ്ങ് റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ട കാര്യമില്ല. റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ എടുക്കണം. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. ഇനി അടിവശം ചെറുതായിട്ടൊന്ന് ലൈറ്റ് ഒരു ബ്രൗൺ കളർ വരുമ്പോൾ നമ്മൾ അടുത്ത മറു സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മളൊരു തവയിലാണിത് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് നമുക്കിങ്ങനെ റോൾ ചെയ്തെടുക്കാം. പക്ഷെ അത് അത്രത്തോളം ഇതിപ്പോൾ ഈ ഉണ്ണിയപ്പക്കാരുടെ ആ ഒരു ചെറിയ കുഴിയിൽ കിടക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ ആ ഒരു സ്പേസ് കുറവായതുകൊണ്ട് നല്ല ചൂടിൽ അത് കുറച്ചുകൂടെ ഒന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഗീ ഒന്നും ഒട്ടും കുടിക്കുന്നില്ല, ഗീ അങ്ങനെ തന്നെ ഇരിക്കുവാണ്. നമ്മൾ ഉണ്ണിയപ്പക്കാരയിൽ ചേർത്ത ആ ഒരു ഗീ എല്ലാം അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് നേന്ത്രപ്പഴം റവയും ചേർത്ത ആ ഒരു ബോൾസ് ഇവിടെ ഏകദേശം തയ്യാറായി കഴിഞ്ഞു. ഫസ്റ്റ് ബാച്ച് നമുക്കിത് അങ്ങോട്ട് മാറ്റാം. ഒന്നുകൂടെ ചെറുതായിട്ടൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റാം. അപ്പോൾ നമ്മളിപ്പം തവയിലാണിത് ഫ്രൈ ചെയ്തെങ്കിൽ ഇതുപോലെ നമുക്ക് ഇങ്ങനെ അങ്ങ് റൊട്ടേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അടുത്ത സെറ്റ് നമുക്ക് അതേപോലെ തന്നെ ഗീയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സെറ്റും ഇവിടെ റെഡിയായി കഴിഞ്ഞു. റോൾ ചെയ്തൊക്കെ ഒന്ന് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം റവ വെച്ച് തയ്യാറാക്കിയ സ്വീറ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ലൊരു പലഹാരം തന്നെ നമുക്കിതിനെ പറയാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. ഇതിൽ നിന്ന് ഞാൻ ഒരെണ്ണം എങ്ങനെയുണ്ടെന്ന് നോക്കുകയാണ്. ഇതൊക്കെ നല്ല ചൂടായിരിക്കുകയാണ്. കുറച്ച് തണുത്തതായിട്ടുള്ളത് ഞാനൊന്ന് എടുക്കുകയാണ്. വളരെ സോഫ്റ്റാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത്. ഇച്ചിരി തണുത്താൽ തന്നെ കഴിക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. പഴം നല്ല മധുരമായിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പഞ്ചസാര ചേർത്തിട്ടാലും കുഴപ്പമില്ല. ഇതിപ്പോൾ അത്യാവശ്യം മധുരമേ ഉള്ളൂ. ഒരുപാട് പഴുത്ത പഴം എടുക്കുവാണെങ്കിൽ നമുക്കിത് തയ്യാറാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. വേണമെങ്കിൽ ഇച്ചിരി കൂടെ മധുരം ആവശ്യമുള്ളവർക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര വരെ ചേർക്കാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.